എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്യം എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അവരുടെ അമ്മയപ്പന്മാർ കണ്ടു. ഈ വാക്കിനെയോ ഒരു നിമിഷം കണ്ടുകളാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, കർത്താവ്, ഞങ്ങളിപ്പോൾ കേട്ടതായ ദൈവവചനത്തെ ദൈവജനങ്ങളിലേക്ക് എഴുതുകയാണ്. ദൈവം കർത്താവെ, ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ബലഹീനനായ ദൈവനോട് കർത്താവിൻ്റെ കൂടെ ഇരിക്കണമേ. യേശുവിനെ കേൾക്കുന്നവർ ഹൃദയത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഓരോ ഹൃദയങ്ങളോടും കർത്താവ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. എബ്രായ ലേഖനം ഈ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വാസം എന്ത് എന്ന് ആദ്യത്തെ വാക്കിൽ തന്നെ തുടങ്ങുന്നു. വിശ്വാസം എന്നാൽ അറിയാം. അത് കഴിഞ്ഞ് വിശ്വാസ വീരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് വിശ്വാസത്തിൽ ഒരു വിശ്വാസ വീരന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. ഹാബേൽ മുതൽ യോസേഫ് വരെയുള്ള വിശ്വാസ വീരന്മാരെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുകയാണ് മോശയെക്കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ വിശ്വാസ വീരന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തിയത്? കാരണം അവർ വിശ്വാസം കാത്തു സൂക്ഷിച്ചവരാണ്. ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ച് മാതൃകയായിരിക്കണം. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിച്ച വ്യക്തികളായതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസ സാക്ഷ്യം കാത്തു സൂക്ഷിച്ചവരായതുകൊണ്ട് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നു, ഞാൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അവരുടെ ദൈവമെന്ന് ദൈവം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് അവരെന്നെ ദൈവമെന്ന് വിളിക്കുമ്പോൾ ഞാനത് ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവങ്ങളെ, വിശ്വാസ വീരന്മാരായിരിക്കുന്ന നമ്മൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ആ ദൈവം വിളി കേൾക്കുമ്പോൾ ദൈവം ലജ്ജിക്കുകയാണോ എന്ന്, അതോ ദൈവം പ്രസാദിക്കുകയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കും. നമ്മളോട് തന്നെ ഒന്ന് ശോധന ചെയ്യും. നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. ദൈവം സന്തോഷിക്കുമോ? ഞാൻ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ദൈവം സന്തോഷിക്കുകയാണോ, അതോ ദൈവത്തിന് നമ്മളോട് നീരസമാണോ, ഒരു പരിഭവമാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ നീ എൻ്റെ ദൈവം എന്ന് പറയണമെങ്കിൽ ആ ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം നമുക്കുണ്ടായി, ഒരു ഊഷ്മളമായ നല്ല ഒരു ബന്ധം ആ ദൈവവുമായിട്ട് നമുക്കുണ്ടായിരിക്കണം. എങ്കിലും നമുക്ക് എൻ്റെ ദൈവമേ, ആ എൻ്റെ എന്ന വാക്കിന് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻറ്റിമസി നമുക്ക് വരുന്നു. എൻ്റെ, ഹല്ലേലൂയ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. ഒരു ആത്മബന്ധം ഈ ദൈവവുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നതിലല്ല, മറിച്ച് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ദൈവം എന്ന് വിളിക്കുമ്പോൾ അത് അർത്ഥവത്താവുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതം ജീവിച്ചെങ്കിൽ മാത്രമേ ആ എൻ്റെ ദൈവമേ എന്നുള്ള വിളിക്കുന്ന അർത്ഥം വരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങൾ, ചില സംഘർഷങ്ങളൊക്കെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴെല്ലാം പലപ്പോഴും ഒരു ദൈവ സാന്നിധ്യം നമ്മളിൽ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നാം ദൈവത്തെ വിട്ടുപോകുന്നു, ദൈവം നമ്മളെ വിട്ടുമാറും. ചില സന്ദർഭങ്ങളുണ്ട്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ദൈവം നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്.
ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ വിട്ടുമാറുകയില്ല, അവരെന്നെയും വിട്ടുമാറുകയില്ല എന്ന് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവരെ വിട്ടുമാറുകയില്ല, അവരെന്നെയും വിട്ടുമാറുകയില്ല. യിരെമ്യാ ഹല്ലേലൂയ 32:40 പറയുന്നുണ്ട്. ആ ഒരു ആത്മബന്ധത്തെ കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അവരെ വിട്ടുമാറുകയില്ല, അവരെന്നെയും വിട്ടുമാറുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പഴയ നിയമത്തിൽ നമ്മൾ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഒരു ആത്മബന്ധമുണ്ട്. കാരണം നമ്മൾ ദൈവമേ എന്നല്ല വിളിക്കുന്നത്, എൻ്റെ പിതാവേ എന്നാണ്. എൻ്റെ പിതാവേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് പുത്രത്വം തന്നിരിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കളാണ്. ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ പുതിയ നിയമത്തിൽ ദൈവത്തെ നാം വിളിക്കുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. എന്തുകൊണ്ടാണ് നാം പിതാവേ എന്ന് വിളിക്കുന്നത്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് പിതാവും നാം അവർക്ക് പുത്രനും പുത്രിയുമായിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം അർജുനൻ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും എന്ന് കർത്താവ് അരുളിച്ചെയ്തു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ആമേൻ. ഇവിടെ ഒരു വേർപെട്ട ജനം ദൈവം നമുക്ക് വേർപെട്ട ജനം. പുതിയ നിയമ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് വേർപെട്ട ജനം. ഹല്ലേലൂയ. അശുദ്ധിയില്ലാതെ വിശുദ്ധിയോടെ ജീവിതം കാത്തു സൂക്ഷിക്കുന്നു എന്ന് വരികയും ദൈവം വേർതിരിച്ചൊരു ജനത്തെ കുറിച്ച് പറയുന്നത്. ഈ ജനം ഈ ജനത്തിന് ഞാൻ അവർക്ക് പിതാവായിരിക്കും, അവരെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഹല്ലേലൂയ നമുക്ക് പിതാവായിരിക്കുന്നത്, നാം അവരുടെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യം വായിച്ച ആ വചനത്തിലേക്ക് വായിക്കാൻ വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം. ഹീബ്രൂ ചാപ്റ്റർ 11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ അത് കുറച്ചും കൂടെ ഒരു അർത്ഥതലം വരുന്നുണ്ട്. ഞാനത് ഒരു വാക്ക് പറയുന്നുണ്ട് അല്ലേ? By faith Moses, when he was born, was hidden 3 months by his parents because they saw he was a beautiful child and they were not afraid of the king's command. Okay. In the sight of God, loving son in the sight of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശിശു സുന്ദരനെന്ന് അവരുടെ മോശ മാതാപിതാക്കൾ കണ്ടു. ഇവിടെ മാതാപിതാക്കൾ കണ്ടു എന്നുള്ളൂ. ഇവിടെ കുറച്ചുകൂടെ പറയുന്നു, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം നോക്കിയപ്പോൾ അവരുടെ മകൻ സുന്ദരനാണ് എന്ന് കണ്ടു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളാണ് സ്തെഫാനോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശിശു ദിവ്യസുന്ദരൻ എന്നാണ് പറയുന്നത്. അവൻ ദിവ്യസുന്ദരൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മോശയെ കുറിച്ച് നമുക്ക് അറിയാം. മോശയ്ക്ക് ഒത്തിരി ബലഹീനതകളുണ്ട് ശരീരത്തിന്. അല്ലെങ്കിൽ ഒന്നുമല്ല, തടിച്ച് നാവുള്ളവനായിരുന്നു, വിക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഇതൊന്നും അല്ല ദൈവം നോക്കിയത്. ഇത് ജന്മം കൊടുത്ത ദൈവം ഇതിന് ഈ പോരായ്മകളോ കുറവുകളോ ഒന്നും അല്ല ദൈവം നോക്കിയത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം സുന്ദരനെന്നാണ് കണ്ടത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഹല്ലേലൂയ അവന് സൗന്ദര്യമില്ല, അവന് കളറില്ല, എന്തെല്ലാം പരാജയങ്ങളാണ് കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി നാം മനസ്സിലാക്കണം. ദൈവത്തിന് ഇതൊന്നുമല്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഹല്ലേലൂയ സുന്ദരനും സുന്ദരികളുമാണ്. ഹല്ലേലൂയ. നാം അത് എല്ലാവരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ അത് പൂർണ്ണമായി
ഹല്ലേലൂയ. ദൈവമാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത്. ദൈവമാണ് അമ്മയുടെ ഉദരത്തിൽ താങ്ങിയത്. ദൈവമാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. ഹല്ലേലൂയ. അത് 139 സങ്കീർത്തനത്തിൽ 13 വാക്യത്തിൽ വ്യക്തമായിട്ട് 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ സൃഷ്ടിച്ചത്, അവനെ രൂപീകൃതമായത് ഗർഭത്തിൽ, 6 വാക്യത്തിൽ പറയുന്നു, ഗർഭത്തിൽ താങ്ങിയത് ഞാനാണ്. ഹല്ലേലൂയ. ഗർഭത്തിൽ നിന്ന് എടുത്തത് ഞാനാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമാണ്. ഇത് വ്യക്തമായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവമാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സുന്ദരനാണ്, അവൻ സുന്ദരിയാണ് എന്ന് പൂർണ്ണമായും നാം ഈ സത്യം ഉൾക്കൊണ്ട് മനസ്സിലാക്കുക തന്നെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ പരാതികളൊന്നും അവരൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ സുന്ദരനാണ്, ഹല്ലേലൂയ, സുന്ദരിയാണ് എന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ഇവിടെ മോശയുടെ ജീവിതത്തില് ഇവിടെ മോശയെ സ്വാധീനിച്ച 2 വ്യക്തിത്വങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്ന് മോശയുടെ മാതാപിതാക്കൾ, 2 മോശയുടെ സഹോദരി മിരിയാം. ഈ 2 വ്യക്തിത്വങ്ങൾ മോശയെ മോൾഡ് ചെയ്യുവാനായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെ നമുക്ക് ചിന്തിക്കാം. മോശയുടെ മാതാപിതാക്കള് അമ്രാം, ഇഖബോർ. ഇവരുടെ ഈ മാതാപിതാക്കൾക്ക് 3 മക്കൾ. അവർക്ക് 3 മക്കളാണ്, അഹ്റോൻ, മിരിയാം, മോശ. ഈ 3 മക്കളും നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ ഉന്നതിയിലെത്തിയിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് 3 പേരും. അമ്രാം, ഇഖബോറിനെ കുറിച്ച് വളരെ അധികം വേദോസ്തം രേഖപ്പെടുത്തിയിട്ടില്ല. അമ്രാം 132 വയസ്സിൽ മരിച്ചു എന്നുള്ളത് പറഞ്ഞുള്ളൂ. നമുക്കിവിടുന്ന് മനസ്സിലാവുന്നുണ്ട് അമ്രാം, ഇഖബോർ ഈ മക്കളെ വളർത്തിയത്, ഈ മോശയെ വളർത്തിയതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഇസ്രായേലിലെ പ്രമുഖരായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം ഇവിടെ ഈ മാതാപിതാക്കളുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സുന്ദരനാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നുള്ളത് നല്ലൊരു ബോധ്യം അവർക്ക് കിട്ടി. മാതാപിതാക്കൾക്ക് ബോധ്യമായിരുന്നു ഇത് ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച കുഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തെ കുറിച്ചുള്ള എന്റെ കുഞ്ഞിനെ ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ദൈവം ആരാണെന്നുള്ള ബോധ്യം ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുമൂലം ദൈവം നമുക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു ദൈവിക കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായിത്തീരണം, ആരാകും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴെല്ലാം നമ്മൾ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചും അവന്റെ ഭാവി എങ്ങനെയായിരിക്കണം, അവന്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, അവന്റെ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതെല്ലാം ദൈവം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ദൈവത്തിന്റെ ഹിതം എന്താണ്, അത് നാം തിരിച്ചറിയുക തന്നെ വേണം. ഹല്ലേലൂയ. അത് ദൈവം കണ്ടു. ഹല്ലേലൂയ. അവൻ സുന്ദരനെന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. എങ്കിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. എല്ലാവരെ കുറിച്ചും പദ്ധതിയുണ്ട്, എല്ലാവരെ കുറിച്ചും. ഹല്ലേലൂയ. ഇവിടെ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടായ കുഞ്ഞിനെ കുറിച്ചൊക്കെ പറയുന്നത് എല്ലാവരെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവർക്ക് മക്കളായി എന്നിരിക്കുന്നവരും ഉണ്ട്. അവരെ കുറിച്ച് ഞാൻ ഉൾപ്പെടെ യാത്രയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതൊരു മോശയുടെ ഒരു ജീവിതം, മോശയുടെ മാതാപിതാക്കളുടെ ജീവിതം നമുക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് മോശ ജനിക്കുന്ന സമയത്ത്
ഒരു ആൺകുഞ്ഞ് ജനിക്കുവാൻ ഒരു സാധ്യതയും, ജനിക്കാൻ സാധ്യതയുണ്ട്, വളരുവാൻ ഒരു സാധ്യതയുമില്ല. ഹല്ലേലൂയ. വളരുവാൻ ഒരു സാധ്യതയുമില്ല. കാരണം 75 പേരായിട്ട് ഈജിപ്തിലേക്ക് കടന്നുപോയ ഒരു കൂട്ടം ജനം, 75 പേര്. ഇന്ന് അവർ പെറ്റുപെരുകി ഗോശൻ ദേശം മുഴുവനും അവർ നിറഞ്ഞു. ആട് മാട് എല്ലാം അവരെല്ലാം സമ്പന്നരായി മാറി. ഫറവോൻ വിചാരിച്ചൊരു അഭ്യന്തര കലഹം ഉണ്ടായിട്ട് വേണമെങ്കിൽ ഭരണം വരെ നഷ്ടപ്പെടാം. ഇവരെ ഒതുക്കുവാനായിട്ട് ഫറവോൻ കണ്ട ഒരു വഴിയാണ് ആൺകുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊല്ലുക. എല്ലാവരും അറിയുന്ന കാര്യം. ഇതിനെ വിശദമായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം ദേവദാസൻ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞത്. ഹല്ലേലൂയ. നമ്മളവിടെ വിശദമായിട്ട് പഠിച്ചത്. ഹല്ലേലൂയ. ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിലെ ദേവിക്ക് വേണ്ടി അർപ്പിക്കുക, അല്ലെങ്കിൽ എറിയുക, നദിയിലേക്ക് എറിയുക. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അത് സ്ത്രീകൾ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു, സൗന്ദര്യമുള്ളവരായിരുന്നു. അവര് കട്ടയുണ്ടാക്കുന്ന, ഈ ചുടുകട്ട ഉണ്ടാക്കുന്ന ജോലിയിലാണ് നല്ല ആരോഗ്യമുള്ളവർ. ദൈവം ഈ മിഡ്വൈസിനെ, സൂചി കർമ്മിണികളെ അവിടെ ഫറവോൻ ഏർപ്പാടാക്കുന്നു. എന്നാൽ സൂചി കർമ്മിണികൾ വന്ന് നോക്കുമ്പോൾ അവർ പ്രസവം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. എങ്കിലും അവര് ഇവരോട് ദയ തോന്നി. അപ്പോൾ ഇവരുടെ സ്ത്രീകൾ വളരെ ആരോഗ്യമുള്ളവരാണ്. പ്രസവം കഴിഞ്ഞ് പിറ്റേ ദിവസം എഴുന്നേറ്റ് അവർ ജോലിക്ക് പോകുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം കാത്തു സൂക്ഷിച്ചൊരു ജനമാണ് ഇസ്രായേൽ ജനം. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് മോശ ഇസ്രായേലിനെ വിടുവിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ദൈവം ഒരു വ്യക്തിയെ ജന്മം നൽകി അവനെ അവിടെ അതേ സാഹചര്യത്തിൽ വളർത്തുകയാണ്. ഹല്ലേലൂയ. 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 പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതി ഗർഭത്തിന് ചെന്ന് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുമെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുമെങ്കിൽ ജീവനോട്ടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതി ഗർഭിനോട് ദൈവത്തെ ഭയപ്പെട്ടു. ഇസ്രായേൽ രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിച്ചു. അപ്പോൾ ഇസ്രായേൽ രാജാവ് സൂതി ഗർഭിനെ വരുത്തി. ഇതെന്തൊരു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 1-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ കാണുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ദൈവം തന്റെ ജനത്തിന് രക്ഷകനെ ഒരുക്കിയത്. ഹല്ലേലൂയ. ഈ രക്ഷകൻ ജനിച്ചപ്പോഴാണ് ദൈവം ആ കുഞ്ഞിനെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുന്ദരൻ എന്ന് മാതാപിതാക്കൾക്ക് തോന്നിയത്. അവൻ സുന്ദരനാണ്. ഹല്ലേലൂയ. വേറൊരു കുഞ്ഞിനെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഓടുകൂടെ ആ കുഞ്ഞിനെ വളർത്തിയത് നമുക്ക് മാതാപിതാക്കളായി നമുക്ക് വലിയൊരു പാഠം. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു ദൈവിക കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഈ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവിക കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാട് മുഴുവനും അവരുടെ ഭൗതികമായ കാര്യത്തെ കുറിച്ചുള്ള ചിന്തയിലാണ്. ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മളെന്താ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓക്കെ. ഇതിൽ കൂടുതലൊരു ഭാരം നമുക്കുണ്ടോ? നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച്, ആത്മീക ഭാവിയെക്കുറിച്ച് നമുക്ക് ഭാരമുണ്ടോ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു ആത്മഭാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു വ്യക്തിയെ വേദപുസ്തകത്ത് കാണിക്കുന്നുണ്ട്. ഈശായി 8 മക്കളുണ്ട്. വലിയ കാഴ്ചപ്പാടുകളൊന്നുമില്ല. 8 മക്കളെ ഈശായി വളർത്തി. പ്രവാചകൻ വന്ന് ഈശായെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി പറയുന്നു, നിന്റെ മക്കളിൽ ഒരു രാജാവിനെ കാണുന്നു. ഈശായ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈശായി നോക്കിയപ്പോൾ എൻ്റെ മൂത്ത മക്കള് ഓരോ ക്രെഡിറ്റുകൾ പറയാം, ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ മൂത്ത മകൻ, എൻ്റെ 2ാമത്തെ മകൻ,
യേശായി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അവരുടെ രണ്ടാമത്തെ മകൻ ദാവീദിനെ ഹല്ലേലൂയ അവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നു, പ്രവാചകൻ പറയുന്നുണ്ട്, നിന്റെ മക്കളിൽ ഒരുവനെ യഹോവ കണ്ടിരിക്കുന്നു, രാജാവായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മക്കളെ നമുക്ക് കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞ് ആരായിത്തീരും, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായിത്തീരുമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാഴ്ചപ്പാട് ലഭിക്കുമ്പോഴാണ് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഈ കാഴ്ചപ്പാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മൾ പ്രാർത്ഥിച്ച ആ വഴിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വഴിയിലേക്ക് വരിക തന്നെ ചെയ്യും. ദൈവിക പദ്ധതിയിലേക്ക് ആ കുഞ്ഞുങ്ങൾ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുവാനല്ല, മറിച്ച് ദൈവം നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വഴിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വരുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് പ്രസാദം തോന്നുന്ന ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പേരെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച്, അവരുടെ ജീവിത മേഖലകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ അവൻ കർത്താവിൽ തികഞ്ഞവനായി ഹല്ലേലൂയ അവൻ വളരുന്നത്. ഹല്ലേലൂയ. കർത്താവേ, കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ച്, അവന്റെ കുഞ്ഞിന്റെ കർത്താവ് ഭാവിയെ കുറിച്ച് ഹല്ലേലൂയ, കുഞ്ഞിന്റെ ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. ഹല്ലേലൂയ. അത് കർത്താവിന്റെ ദാനം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ആ കുഞ്ഞിന്റെ ഭാവിയെ മാറ്റും. ഹല്ലേലൂയ. മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വാതന്ത്ര്യം വളരുവാൻ ആൺകുഞ്ഞിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഹല്ലേലൂയ ഈ കുഞ്ഞിനെ ആ മാതാപിതാക്കൾ വളർത്തുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നതെന്ന്. 3 മാസം അവർ ഒളിപ്പിച്ചു വെച്ചു. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഞാന വെട്ടി അവരുണ്ടാക്കി അതിന്റെ പശയും കീലും തേച്ച് അവർ നൈൽ നദിയിലേക്ക് ഒഴുകുകയാണ്. അവർക്കറിയാം നൈൽ നദിയിൽ ഒഴുകിയാലും ഇത് ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിന്റെ പദ്ധതി എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പൂർണ്ണമായ ഒരു വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. അവർ കുഞ്ഞിനെ കൊന്നു കളയാനൊന്നും അല്ല അവർ ആഗ്രഹിച്ചു തോന്നും. അവരാ കുഞ്ഞിനെ വളർത്തിയത് ആ രീതിയിലാണ്. ഹല്ലേലൂയ. അവർ റിസ്ക് എടുക്കുവാൻ തയ്യാറായത് ഒരു കാഴ്ചപ്പാടും ഒരു ദൈവത്തെ കുറിച്ചുള്ള ബോധ്യവും അവർക്ക് കുഞ്ഞിനെ കുറിച്ചുള്ള ഹല്ലേലൂയ ഒരു കാഴ്ചപ്പാടും ഉള്ളത് കൊണ്ടാണ് ആ റിസ്ക് എടുക്കുവാൻ തക്കമാണ് ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഈ നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു വിശ്വാസവും ഒരു പ്രതീക്ഷയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തീമോത്തിയോസ് രൂപപ്പെട്ടു വരികയുള്ളൂ. തീമോത്തിയോസ് എങ്ങനെയാണ് വളർന്നത്? നമ്മൾ എടുത്തു നോക്കാം. 2 തീമോത്തിയോസ് ലേഖനം 2 തീമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തീമോത്തിയോസിനെ രൂപപ്പെടുത്തിയ 2 പേരുണ്ട്. തീമോത്തിയോസിന്റെ അമ്മയും വല്യമ്മയും. ഹല്ലേലൂയ. ഒരു തീമോത്തിയോസ് രൂപപ്പെടുന്ന എവിടെയാണ്? അതിന്റെ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില് ഹല്ലേലൂയ പറയുന്നുണ്ട്. 3:14 വാക്യം ഹല്ലേലൂയ. 3:14 2 തീമോത്തിയോസ് 3:14. നീയോ ഇന്നവരോട് പഠിച്ചു നോക്കട്ടെ, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ വിദ്യകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് മതി. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ജ്ഞാനം ഒടുവിൽ അവൻ രക്ഷയ്ക്ക് ജ്ഞാനിയായി തീർന്നു. ബാല്യം മുതൽ അവൻ പഠിച്ചു. 1:5 പറയുന്നത് ആരാ? അമ്മയും വല്യമ്മയും. അപ്പോൾ ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിട്ട് വളരണമെങ്കിൽ മാതാപിതാക്കളുടെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ പറയുന്നത്.
ഹല്ലേലൂയ. ഇങ്ങനെയാണ് തീമോഥെയോസിന്റെ രൂപപ്പെട്ടത്. ഹല്ലേലൂയ. ഇത് ഇതേ ചിന്താഗതി തന്നെയായിരുന്നു ഈ തീമോഥെയോസിനെ വളർത്തിയ പോലെ തന്നെയുള്ള ചിന്താഗതി തന്നെയായിരുന്നു അമ്രാം ഇക്കോബോത്തിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ആ മാതാപിതാക്കളും ഇതേ ബോധ്യത്തിൽ തന്നെയാണ് അവർ വളർത്തിയത്. പക്ഷേ ന്യായാത്മകത്വം തന്നെയാണ് ദൈവവചനങ്ങളെ കൊടുത്ത് തന്നെയാണ് മാതാപിതാക്കൾ മോശയെ അവിടെ വളർത്തിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ചരിത്രത്തിന്റെ ഒരു ആവർത്തനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അമ്രാം ഇക്കോബോത്തിന്റെ ജീവിതവും ഇവിടെ തീമോഥെയോസ് വളർന്നു വന്ന സാഹചര്യവും നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തെല്ലാം കുഞ്ഞുങ്ങളെ വളർത്തുന്നു. പാല് കൊടുത്തെല്ലാം നമ്മൾ വളർത്തുന്നു. പാലിനോട് കൂടെ തന്നെ ഹല്ലേലൂയ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനമെന്ന പാല്, മായമില്ലാത്ത ദൈവത്തിന്റെ വചനമെന്ന പാല് കൂടെ കൊടുത്ത് വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ ഹല്ലേലൂയ കുഞ്ഞുങ്ങള് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് സമൂഹത്തിൽ മാറും. ഹല്ലേലൂയ. പിന്നെ അവരെ കുറിച്ച് വിഷാദിക്കുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവുകയില്ല. അവരെ കുറിച്ച് നമുക്ക് ഹല്ലേലൂയ അഭിമാനിക്കാൻ ഇടവരും. നമ്മളത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മൾ ഭൗതികമായ എന്തെല്ലാം കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ മായമില്ലാത്ത ദൈവവചനം എന്ന പാല് കൊടുത്ത് ഹല്ലേലൂയ കുഞ്ഞിനെ വളർത്തുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായിട്ടെല്ലാം പ്രാർത്ഥിക്കപ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ ദൈവസന്നിധിയില് ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങള് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വളരുവാനായിട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം നമുക്ക് നൽകുവാൻ കഴിയും. നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് ദൈവം പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ. അവൻ തന്റെ മകനെ തന്നെയാണ് ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടിയിട്ട് ദൈവം തെരഞ്ഞെടുത്തത് എന്നുള്ള വിശ്വാസം ഈ അമ്രാം ഇക്കബോത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതേപോലെ ഒരു വിശ്വാസം തന്നെയാണ് വേദപുസ്തകത്തിൽ വേറൊരു ആണ് നമ്മൾ കാണാം ഹന്നയ്ക്കുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഹന്ന ദേവാലയത്തിൽ വന്ന് കരയുന്നൊരു ഭാഗമുണ്ട്. എനിക്കൊരു സന്തതിയെ തരികയാണെങ്കിൽ ഞാൻ ദൈവമേ ഞാൻ നിന്റെ ആലയത്തിൽ ഞാൻ തരാം, ഞാൻ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹന്ന കരയുന്നതായിട്ട് കാണാം. ആ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട്. ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. ഹല്ലേലൂയ. 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 ശമൂവേലിനെ കൊടുത്തറിയാം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മൂല്യച്യുതിയിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കുവാനായി ഹല്ലേലൂയ ദൈവം ശമൂവേലിനെ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ഹന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ദൈവം കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ ഹല്ലേലൂയ ഹന്ന അവിടെ പറയുന്നുണ്ട്. കുഞ്ഞുമായിട്ട് ആലയത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ പറയുന്നു, ഇതാവുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ച പൈതൽ, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുവാൻ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവിക പദ്ധതി ഹന്ന നേരത്തെ കണ്ടിരുന്നു. ആ ബോധ്യം കിട്ടിയിരുന്നു ഹന്നയ്ക്ക്. ഹന്നയ്ക്ക് ബോധ്യം കിട്ടി, എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ ഇസ്രായേലിന്റെ മൂല്യച്യുതിയെ രക്ഷിക്കുവാൻ ദൈവം എനിക്ക് തന്ന പൈതലാണ് എന്നുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹന്ന ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹന്ന കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ആ കുഞ്ഞ് വളരുന്നത് ആലയത്തിലാണ്. ഹല്ലേലൂയ. വളർന്നു വരുന്ന സമയത്ത് ഹന്ന കുഞ്ഞിനെ കാണാൻ പോകുന്നത് വർഷത്തിലൊരിക്കലാണ് കുഞ്ഞിനെ കാണാൻ പോകുന്നത്. വർഷത്തിലൊരിക്കൽ കടന്നു പോകുമ്പോൾ ഹന്നയുടെ കയ്യിലൊരു പൊതിയുണ്ട്. അത് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നുമല്ല. അവൻ്റെ ഹന്നയുടെ കയ്യിലൊരു പൊതി. അത് അടിച്ചു നോക്കുമ്പോഴാണ് അവർക്ക് കിട്ടിയ ദർശനം എന്തായിരുന്നത്. ഹല്ലേലൂയ. പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു ചെറിയ രൂപം തന്റെ കുഞ്ഞിന് വേണ്ടി ഒരു വർഷക്കാലം നിന്ന് തുന്നിക്കൊണ്ടാണ് ഹന്ന അവിടെ കടന്നു ചെല്ലുന്നത്. ആലോചിക്കുക, എന്റെ കുഞ്ഞ് ആരാകുമെന്ന് ഹന്നയ്ക്ക് ഉത്തമ ബോധ്യവും ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവമേ,
നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ടായിരിക്കണം, ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയണം, മഞ്ഞുങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കണം. നമുക്കതിന് സാധിച്ചിട്ടില്ല എന്നൊരു ഇന്നാവും വേണ്ട സമയം. നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കാം, നമ്മുടെ കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥത നിൽക്കുക. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ചിന്തിക്കും, അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ വലുതായി ഞാൻ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവർക്ക് മക്കളായി, ഇനി അവര് നോക്കട്ടെ. നോ, ദൈവം നമ്മളെയാണ്, ദൈവം നമുക്കാണ് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കാര്യം കഴിയുന്നത് വരെ ഈ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ആ ദൈവപ്രവൃത്തി, ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ, ഹല്ലേലൂയ, നമ്മൾ വേണ്ടിയാകണം. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് വരുവാൻ, അത് കാണുവാൻ നമ്മൾ ഓരോ മാതാപിതാക്കൾക്കും ആയുസ്സിൽ കഴിയണം എന്നുള്ളതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ഇവിടെ ഹന്നയുടെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ്. അമ്രായിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഇതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് മോശയെ വളർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ ശുശ്രൂഷകൻ എന്ന് കണ്ടിട്ട് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അതേ ദർശനമാണ് അന്നയ്ക്ക് ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വേറൊരു വ്യക്തി നമുക്ക് നോക്കാം, ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദിവസവും യാഗം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. എന്നും എല്ലാ ദിവസവും യാഗം അർപ്പിക്കും. ഹല്ലേലൂയ. ആലോചിക്കുക, ദൈവസന്നിധിയിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിവസവും യാഗം അർപ്പിക്കുന്ന ഒരു പിതാവിനെ ആലോചിക്കുക. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇവിടെ പറയുന്നുണ്ട്, മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ഞാൻ അവരോട് ദൈവത്തെ കുറിച്ച് പറയുകയും, ഹല്ലേലൂയ, നീ വരികയും പോകുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ എന്റെ മക്കളോട് നീ പറയണം. ഇത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയ വാക്ക്. എന്റെ മക്കൾ എന്നോട് ചുറ്റുമിരിക്കും, ഞാൻ അവരോട് ദൈവത്തെ കുറിച്ച് പറയും. ഹല്ലേലൂയ. ഈ പിതാവ് ദിവസവും തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ച വ്യക്തിയാണ്. നന്മകളായി ആരായിരിക്കണമെന്നൊരു കാഴ്ചപ്പാട് ഇയ്യോബിനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കളെ, ദൈവം നമുക്കും ഈ കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമുക്ക് ലഭിക്കേണ്ടത് ഈ കാഴ്ചപ്പാടാണ്. എന്റെ കുഞ്ഞുങ്ങൾ ആരായിരിക്കണം, ആരായിത്തീരും, എവിടെയായിരിക്കും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ 2-ാം അധ്യായം, പുറപ്പാട് 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പറയുന്നു, അവൻ എന്ത് ഭവിക്കുമെന്ന്. ഹല്ലേലൂയ. രണ്ടാമത്തെ വ്യക്തിയാണ്, ഹല്ലേലൂയ, മോശയുടെ സഹോദരി മിര്യാം. മോശയുടെ സഹോദരിയെ കുറിച്ച് പോകുന്ന ചിന്തിക്കാം. ഇവിടെ പറയുന്ന 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അല്ലെങ്കിൽ ഇരിക്കുകയല്ല, നിൽക്കുക. ഹല്ലേലൂയ. ആ നിൽപ്പിന് പല അർത്ഥങ്ങളുണ്ട്. തന്റെ കുഞ്ഞാമലയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയുവാനായിട്ട് ദൂരത്ത് നിന്നു. അവന്റെ മാതാപിതാക്കൾ എല്ലാവരും പറഞ്ഞു, നീ കുഞ്ഞിനെ ആ നൈൽ നദിയിൽ കൊണ്ട് ഒഴുകിയിട്ട് വേഗം പോലെ നിന്നെ പോലും ആരും കാണരുത് എന്ന് പറഞ്ഞു വിട്ട് മിര്യാമിനെ വിട്ടിട്ട് പോരുവാനായിട്ട് സാധിച്ചില്ല. കാരണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, മിര്യാമിന് ആ കുഞ്ഞിനെ കുറിച്ച് ആത്മഭാരം ഉണ്ടായിരുന്നു. ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ, നിന്റെ ആങ്ങളെയാണ് നമ്മുടെ ഈ രാജ്യത്തെ, ഹല്ലേലൂയ, നമ്മുടെ ജനത്തെ രക്ഷിപ്പാനായിട്ട്, വിടുവിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി നിന്റെ ആങ്ങളെയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ഭാരം ഈ സഹോദരിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി, അവിടെ നിന്നു എന്ന് പറയുന്നു. അവിടെ നിന്നു, ദൂരത്ത് നിന്ന് അത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്റെ കുഞ്ഞിന് എന്ത് ഭവിക്കുമെന്ന് അറിയുക. ആ നിൽപ്പെന്ന് പറയുന്നത് ഒരു മധ്യസ്ഥതയുടെ നിൽപ്പാണ്, ഒരു പ്രാർത്ഥനയുടെ നിൽപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ശ്രദ്ധയോടുകൂടെ അവർക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കണം, ഉന്നയിക്കേണ്ടത് ആവശ്യം. മധ്യസ്ഥത നിൽക്കുവാൻ നമ്മളാണ് കടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളാണ്. ഹല്ലേലൂയ, മറ്റാരുമല്ല. ഹല്ലേലൂയ. ആ കുഞ്ഞിന് എന്ത് ഭവിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ ജീവൻ എന്ത് ഭവിക്കുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ.
അപ്പോൾ അവന് ജീവന്റെ കാവലായി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞിന് എന്തെങ്കിലും ഭവിക്കാൻ തീർച്ചയായിട്ടും മിരിയാം അവിടെ ചാടിയിരിക്കും. ഹല്ലേലൂയ. കാരണം ഒരു ആത്മഭാരമുണ്ട്, ഉള്ളിലൊരു ഉണ്ട്, ഭാരമുണ്ട്, ആ ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്, ഒരു ബോധവുമുണ്ട്, ഒരു ബോധ്യമുണ്ട്, എന്റെ ആത്മാവിക്കൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഈ ആത്മഭാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവന്റെ കാവലാണ് മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ജീവന്റെ കാവലാണ് നമ്മുടെ മക്കളെ, മാതാപിതാക്കൾ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അത് പ്രാർത്ഥിക്കുന്നവരാ, ഒക്കെയാണ്. നമ്മളിവിടെ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. ഹല്ലേലൂയ. മോശ വളർന്ന സാഹചര്യം, മോശ വളർത്തിയ മാതാപിതാക്കൾ, മോശയുടെ സഹോദരിയുടെ ആ നിൽപ്പ്, മധ്യസ്ഥതയുടെ നിൽപ്പ്, പ്രാർത്ഥനയുടെ നിൽപ്പ്, ജീവന്റെ കാവലാളായിട്ട് നിൽപ്പ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും നമുക്ക് ഈ ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവർക്ക് എന്ത് ഭവിക്കാൻ പോകും? നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൂരത്തും വിദേശത്തും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ആയി നമ്മുടെ അടുത്തില്ല. അവർക്ക് എന്ത് ഭവിക്കും എന്നുള്ള ഒരു വിചാരം. ഹല്ലേലൂയ. അരുതാത്തത് സംഭവിക്കാതിരിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടി മധ്യസ്ഥതയാക്കുക, അവർക്ക് വേണ്ടി ഉപവസിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കിത് സാധിച്ചില്ല എന്നുവരിൽ നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. കേവലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നടക്കുവാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി ഉപവസിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നത്. അവിടെയാണ് തലമുറയെ ദൈവം അനുഗ്രഹിച്ച് ദൈവ പ്രവർത്തി ഈ തലമുറയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. ദൈവമകനെ, ഇതാണ് നിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിച്ചത്, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കാണുവാൻ. ഹല്ലേലൂയ. ദൈവങ്ങളെ, നമ്മൾ ജീവനോടിരിക്കുന്ന സമയത്ത് നമ്മുടെ തലമുറയ്ക്ക് അരുതാത്തതൊന്നും സംഭവിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. അത് നമുക്ക് ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. കാരണം നമ്മുടെ പ്രയാസത്തിൽ നമുക്ക് സംഭവിക്കാം. പക്ഷേ നമ്മുടെ ജീവനോടിരിക്കുന്ന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അരുതാത്തത് സംഭവിക്കുവാൻ ഒരിക്കലും ഇടവരരുത്. കാരണം നമ്മൾ തന്നെയാണ് അവരുടെ കാവലാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കവർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, എപ്പോഴും അവരുടെ ഇരിപ്പ് നടപ്പിനെ നമ്മൾ എപ്പോഴും ഭാരമായി എടുത്തിരിക്കണം. ഒരു ആത്മഭാരം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 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 ദൈവം ഒരു വലിയ അതൊരു ഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ കാണുക എന്ന് പറയുന്നത്, അരുതാത്ത സംഭവിക്കാതിരിക്കുന്നത്, അതൊന്നും സംഭവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ മിരിയാം കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോവുകയല്ല ചെയ്തത്, മറിച്ച് അവിടെ ദൂരത്ത് നിന്ന് അവിടെ എന്ത് ഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ ലോകം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ലോകത്തില് അവരെ ഹല്ലേലൂയ മറ്റൊരു ലോകത്തിലേക്ക് വലിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകമായിരുന്നുള്ളത്. ഹല്ലേലൂയ. മ്ലേച്ഛതയുടെ ഒരു ലോകമുണ്ട്. ഹല്ലേലൂയ. അഡിക്ഷന്റെ ഒരു ലോകമുണ്ട്. ഹല്ലേലൂയ. ഇതിലൊന്നും അകപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, അബദ്ധങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞിന് കർത്താവേ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് അവനുണ്ടായിരിക്കണം, അവർക്കുണ്ടായിരിക്കണം. ഈ ഒരു മധ്യത്തിലാവുമ്പോൾ അവർക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കണം കുഞ്ഞിന് എന്ന് നമ്മൾ ശക്തമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവം എനിക്ക് നമ്മുടെ ക്രിസ്തു ഭരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് അത് ലഭിക്കണം. ദൈവത്തെ കുറിച്ച് കൂടുതലായിട്ട് പരിജ്ഞാനം ലഭിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഭരിക്കുന്ന വചനത്തിന്റെ പരിജ്ഞാനത്തെക്കാൾ ഉപരിയായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നേക്കാൾ അധികമായിട്ട് ലഭിക്കണം. ഹല്ലേലൂയ. ദൈവമേ, ഞാൻ ആരാധിച്ച് അനുഭവിച്ച അനുഭവങ്ങളെക്കാൾ അധികമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. 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 ഇങ്ങനെയൊരു ആത്മഭാരം കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. 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 പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കൂടിയാണ്. 7-8 വാക്യം. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിനെ മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ മിരിയാം
വളരെ സമയോചിതമായിട്ട് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അതിന് അവിടെ ഹല്ലേലൂയ അവിടെ ഇടപെടുകയാണ്. സമയോചിതമായി വളരെ കറക്റ്റായിട്ട് ഹല്ലേലൂയ ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ തന്നെ ഇവിടെ മിരിയാം അവരുടെ മധ്യത്തിൽ അവിടെ എത്തുകയാണ്. ഹല്ലേലൂയ. ഉടനെ ചോദിക്കുകയാണ്, ഈ കുഞ്ഞിനെ മുല കൊടുക്കുവാൻ ഒരു എബ്രായ സ്ത്രീയെ കൊണ്ടുവരണമോ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇതെവിടെ കിട്ടി? ആത്മഭാരം ഉള്ളിൽ കിടക്കുന്നു. എന്റെ ആമയ്ക്ക് അരിതാത്മൊന്നും സംഭവിക്കരുത്. അവൻ അവിടെ വളരണം, അവരുടെ കരകളിൽ വളരണം. അവന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവൻ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടതെന്തോ ഹല്ലേലൂയ അവിടെ സമയോചിതമായിട്ട് ഇടപെടുന്ന ഒരു മിരിയാമിനെ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ആത്മഭാരമുണ്ടെങ്കിൽ ആത്മബോധം ഉണ്ടാവും. ഹല്ലേലൂയ. ആത്മബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്നറിയാം, നമ്മൾക്ക് എന്ത് സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഈ സാഹചര്യം ദൈവം വെളിപ്പാട് തരും. ദൈവം നമ്മുടെ നാവിനെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അറിയുന്ന ഹല്ലേലൂയ മിരിയാമിനെ അറിയാം. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ഹല്ലേലൂയ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആ ഭാരം ഉള്ളിലുണ്ട്. അന്ന് അപ്പോൾ തന്നെ പറഞ്ഞു, എബ്രായ സ്ത്രീയെ ഞാൻ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല ചിന്തിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ആത്മഭാരത്തോടുകൂടെ ഒരു ആത്മബോധം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കുണ്ടായിരിക്കണം. എന്റെ സഹോദരനെ ഞാൻ വിട്ടുതരില്ല. ഹല്ലേലൂയ. അത് മിരിയാം അവിടെ ആധിപത്യ വ്യവസ്ഥതയോട് എതിർത്ത് നിൽക്കും. അതിനെന്ന് പറഞ്ഞാൽ അവിടെ ഫറവോയുടെ ആൾക്കാരുണ്ടാവും, ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോകും. അതിനെതിരായിട്ട് എതിർത്ത് നിന്നുകൊണ്ടാണ് ഒളിച്ചു നിന്ന് ആ കുഞ്ഞിനെ ഒഴുക്കി വിടുകയാണ്. ഹല്ലേലൂയ. 2 നൈൽ നദിയിൽ ഹിപ്പോസിനുള്ള ഒരു നദിയായിട്ടാണ് ചരിത്രം പറയുന്നത്. ഹല്ലേലൂയ. പ്രകൃതിയോട് നിൽക്കുന്ന ഒരു മിരിയാമിനെ കാണാം. ഹല്ലേലൂയ. ഇതിനൊന്നും വിട്ടുകൊടുക്കാതെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഒത്തിരിയുണ്ട്. അവരുടെ കരങ്ങളിൽ എത്തരുത്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള സ്ഥലത്തേക്ക് എത്തണമെന്ന് ബോധ്യമുള്ള മിരിയാം. ഹല്ലേലൂയ. ഈ വ്യവസ്ഥയോടും അല്ലെങ്കിൽ പ്രകൃതിയോടും അല്ലെങ്കിൽ പോരാട്ടങ്ങളോട് എതിർത്ത് നിന്ന് അവിടെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹല്ലേലൂയ. നമ്മൾ ആ മിരിയാമിന്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കുഞ്ഞാണ്. ഹല്ലേലൂയ. അവൻ നഷ്ടപ്പെട്ടു പോകേണ്ടവനല്ല എന്ന് ഉറച്ച ബോധ്യം ഹല്ലേലൂയ മിരിയാമിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥനയുടെ നിൽപ്പ്, അതാണ് മധ്യസ്ഥതയുടെ നിൽപ്പ് എന്ന് പറഞ്ഞത്. ഒറ്റ നിൽപ്പായിരുന്നു അവിടെ. ഹല്ലേലൂയ. ജീവന്റെ കാവലാളായിട്ട് അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. 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 നമുക്ക് എന്താണ് സമയത്ത് ചെയ്യേണ്ടത്, സമയത്ത് ചെയ്യുവാനായിട്ട് പറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ സമയത്ത്, ആവശ്യമുള്ള സമയത്ത് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാൻ, കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അവരെ ഉപദേശിക്കേണ്ട സമയത്ത് അവരെ ഉപദേശിക്കണം. അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് അവരെ ശിക്ഷിക്കണം. ഹല്ലേലൂയ. 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 അതിന് പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപവസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇല്ല എന്നൊരിക്കൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിട്ട് വളരുവാനായിട്ട്. ഹല്ലേലൂയ. ഈ 3 മാസം ഒളിപ്പിച്ചു വെച്ച പൊന്നുപോലെ സൂക്ഷിക്കുവാനായിട്ട് റിസ്കിന്റെ കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ അമ്മ പറഞ്ഞു കൊടുത്ത ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഹല്ലേലൂയ. 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 ആ ഈ കുഞ്ഞ് ആരാകുമെന്നുള്ള ബോധ്യം മിരിയാമിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ 3ാമതൊരു സ്ത്രീയെ കുറിച്ച് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ കൂടി ഞങ്ങൾ ഫറവോന്റെ പുത്രിയുടെ കരത്തിലേക്ക് കുഞ്ഞിനെ ലഭിച്ചപ്പെട്ടത് ഫറവോന്റെ പുത്രി പറയുന്നു. ഹല്ലേലൂയ. 2:9 ഒരു വാക്യം പറയുന്നുണ്ട്. അവരോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം. മുല കൊടുത്ത് വളർത്തുവാനായിട്ട് അന്ന് ഫറവോന്റെ പുത്രിക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തണമെന്നല്ല പറഞ്ഞത്, മുല കൊടുത്ത് തന്നെ വളർത്തണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അത് സകല സ്ത്രീകൾക്കുള്ളൊരു സുവിശേഷം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് അതിന് മടിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. അപ്പോൾ ഇത് അവിടെ അതിനൊരു ഒരു നിർദ്ദേശം അവിടെ ഫറവോന്റെ പുത്രി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി ഫറവോന്റെ മോശയുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, മുലകുടി മാറിയപ്പോഴും മുലകുടിയെല്ലാം മാറി. മുലകുടി മാറുന്നതിന് മുന്നേ ആരെയാണ് മിരിയാം? അത് ഭയപ്പെട്ടു. മിരിയാം സ്വന്തം ഈ കുഞ്ഞിന്റെ സ്വന്തം മാതാവിനെ തന്നെയാണ് ഇവിടെ എത്തിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സ്വന്തം മാതാവിനെ തന്നെ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് മറ്റാരെയും തന്നെ അവിടെ വന്നുകൊണ്ട് സ്വന്തം മാതാവിനെ തന്നെ ഹല്ലേലൂയ അവിടെ കൊണ്ടുവന്ന് ആക്കുകയാണ്. ആ കാര്യങ്ങൾ സുരക്ഷിതമായി ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മുലകുടി മാറിയപ്പോൾ ഈ കുഞ്ഞിനെ അവിടെ ചരിത്രം പറയുന്നത് അവർക്കവിടെ മറ്റേ ഇതൊക്കെ സെക്യൂരിറ്റി വരെ ഉണ്ടായിരുന്നതാണ്. രാജാവിൻ്റെ ഓർഡർ. അവിടുന്ന് സെക്യൂരിറ്റിയിലാണ് ഈ കുഞ്ഞ് വളരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മുലകുടി മാറിയപ്പോൾ ഈ കുഞ്ഞിനെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് ഏൽപ്പിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. വേണമെങ്കിൽ ഏൽപ്പിക്കാതിരിക്കാം, വേണമെങ്കിൽ ഏൽപ്പിക്കാതിരിക്കാം. ഇത്രയും കുഞ്ഞിനെ വളർന്നു. നോ, അമ്മ ആ ഫറവോന്റെ പുത്രിയോട് പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിക്കനുസരിച്ച് തിരിച്ച് ആ മകനെ അവിടെ കൊണ്ടുവന്നാക്കി. കാരണം ആ അമ്മയ്ക്ക് ഒരു ബോധ്യമുണ്ട്, ആ മകൻ അവിടുന്നാണ് വളരുന്നത്, അവിടെയാണ് വളരുന്നത്. അവിടെ അവന് വിദ്യ അഭ്യസിക്കണം, അവനെല്ലാ ജ്ഞാനത്തിലും അവന് വളരണം. ഇവൻ വളർന്ന് അവൻ ഇസ്രായേലിനെ വിടുവിക്കേണ്ടവനാണ്. അവന് ഹല്ലേലൂയ, അവൻ ഇവിടെ എന്റെ കൂടിയല്ല വളരേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് ഈ അമ്മ ഈ രാജകൊട്ടാരത്തിൽ കൊണ്ടാക്കി അവൻ അവിടെ വളരുകയാണ്. എല്ലാ ഹല്ലേലൂയ സകല വിദ്യയിൽ അഭ്യാസത്തിൽ അവൻ തികഞ്ഞവനായി മാറിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി ലംഘിക്കാതെ ആ മാതാവ് ആ മകനെ തിരിച്ച് കൊട്ടാരത്തിൽ ലംഘിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഉടമ്പടി ലംഘിക്കാത്ത മറ്റൊരു സ്ത്രീയാണ് അന്ന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തിരിച്ച് അന്ന് പറഞ്ഞതിനാണ് നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളൊരു എനിക്കൊരു സന്താനത്തെ തന്നാൽ ഞാൻ അവനെ നിനക്ക് നൽകിക്കോളാം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ അന്ന ഉടമ്പടി പാലിക്കാതിരുന്നില്ല. അത് തന്നെ ഹല്ലേലൂയ ദർശനമാണ്. ഹല്ലേലൂയ. തിരിച്ചു നൽകുമ്പോൾ അന്നയ്ക്കറിയാം എൻ്റെ മകൻ ആരായിത്തീരുമെന്ന്. അതിനുവേണ്ടിയാണ് ദൈവത്തെ തന്നിരിക്കുന്ന ബോധ്യത്തിന് തിരിച്ചു കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മോശ സകല ജ്ഞാനത്തിലും നിപുണതയിലും രാജകൊട്ടാരത്തിൽ വളർന്നു. ഹല്ലേലൂയ. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ നാളെ അവന്റെ പേര് മാറാൻ പോവുക. അവൻ നാളെ പേര് മാറാൻ പോവുക. അപ്പോൾ ഇവിടെ ഈ അമ്മയുടെ കൂടെ എന്താ വളരേണ്ടത് എന്നുള്ള ബോധ്യം ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 120 വയസ്സ് വരെ മോശം ജീവിച്ചു. അമ്രാം ഇഖബോത്ത് ചിലപ്പോൾ അവരുടെ മരണം സംഭവിച്ചിരിക്കാം. അവർക്കൊന്നും മോശയുടെ ഈ വലിയ പ്രവൃത്തികളൊന്നും കാണുവാനായിട്ട് സാധിച്ചെന്ന് വരില്ല. എങ്കിൽ പോലും അവരുടെ കാലശേഷമാണെങ്കിൽ പോലും ദൈവം അവർക്ക് കൊടുത്തൊരു കാഴ്ചപ്പാട്, ദൈവം അവർക്ക് കൊടുത്ത ദർശനം അവരുടെ മരണശേഷമാണെങ്കിൽ പോലും തൻ്റെ മകനിലൂടെ ദൈവം ഹല്ലേലൂയ മോശ അതിലൂടെയാണ് കയറി വരുന്നത്. ഹല്ലേലൂയ. അമ്രായിക്കബോത്ത് ജീവനോടെ ഇല്ല എങ്കിൽ പോലും മോശ വളർന്ന് കയറി വന്നത് എങ്ങനെയാണ് ദൈവപ്രവൃത്തി അതിൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഇവരുടെ മരണശേഷമാണെങ്കിൽ പോലും അത് തന്റെ മകന്റെ മേൽ ദൈവം അത് നിവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവങ്ങളെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, മധ്യസ്ഥ നിൽക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. നമ്മുടെ ദൈവം തന്ന ദർശനങ്ങൾക്ക് അനുസരിച്ച് ദൈവം കുഞ്ഞിനെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ദൈവം ആ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇനി നമ്മൾ ജീവനോട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിൽ ഈ ലോകത്തില് അനുഗ്രഹിക്കപ്പെട്ട ദൈവം എന്താണോ നിങ്ങൾക്ക് ദർശനം തന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ കുഞ്ഞ് ആരായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്, ആ നിലയിലേക്ക് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 40 വർഷം ഈ മോശ 40 വർഷം മോശ ഈ രാജകൊട്ടാരത്തിൽ ജീവിച്ചെങ്കിലും മോശയുടെ ഒരു സ്വഭാവത്തിന് വ്യത്യാസം വന്നില്ല. രാജകീയ സുഖങ്ങൾ അനുഭവിച്ചു, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവർ വളരുമ്പോഴും മോശയുടെ തന്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത ദർശനത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. മോശയ്ക്ക് ആത്മഭാരമുണ്ടായി. തന്റെ
ജനങ്ങളുടെ കഷ്ടതയിലാണെന്നുള്ളത്, തൻ്റെ ജനം കഷ്ടതയിലാണെന്നുള്ളത്. കാരണം ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന, ആ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തൊരു ദർശനം. ഹല്ലേലൂയ. ദൈവങ്ങളെ ഇവിടെ പറയുന്നുണ്ട്, മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, തൻ്റെ ജനത്തിൻ്റെ കഷ്ടത മോശ കാണുകയാണ്. അത് അവരുടെ അടിമകളാണെന്ന് മോശ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ താൽക്കാല ഭോഗത്തേക്കാൾ ഇവിടെ പറയുന്നുണ്ട്, പാപത്തിന്റെ തൽക്കാല, എബ്രായ ലേഖനത്തിൽ പറയുന്നത്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. കാരണം തൻ്റെ മാതാപിതാക്കളിൽ കൂടെ മോശയ്ക്ക് ലഭിച്ച ദർശനമുണ്ട്. അവർ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ ദർശനത്തിനനുസരിച്ചാണ് ഈ മോശ വളർന്ന് കയറി വരുന്നത് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയുടെ മാതാവ് പാല് കൊടുക്കുന്നവരും കൂടെ കൊടുത്തത് മറ്റൊന്നുണ്ട്. ഇസ്രായേലിൽ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വചനമാണ് ഹല്ലേലൂയ ഈ മോശയെ വ്യത്യസ്തനാക്കി അവിടെ നിർത്തിയത്. മാതാവ് പറഞ്ഞു കൊടുത്ത ദൈവവചനങ്ങളാണ്, ഇസ്രായേലിന്റെ ചരിത്രമാണ്. ഹല്ലേലൂയ. മോശയെ വ്യത്യസ്തനാക്കി അവിടെ ആ രാജകൊട്ടാരത്തിൽ നിൽക്കുവാനും അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ എടുക്കുവാനും. ഹല്ലേലൂയ. അവിടുത്തെ സമ്പന്നത ഒന്നുമല്ല, തൻ്റെ ജനത്തോടു കൂടിയുള്ള കഷ്ടത അനുഭവിക്കുവാൻ മോശ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മോശയുടെ സവിശേഷ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അവസാനിപ്പിക്കും. വചനത്തിൽ രേഖപ്പെടുത്തിയത് ഇവിടെ മോശയെ കുറിച്ച് പറയുന്നു, ശിശുസുന്ദരനായിരുന്നു എന്ന്. 90-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. 90-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് കൊടുത്തത് പറയുകയാണ്, ദൈവപുരുഷനായ മോശ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മോശയുടെ ജീവിതത്തിന്റെ ആരംഭം, ജനനം മുതൽ. ഹല്ലേലൂയ. ഇവിടെ പേര് മാറി, ദൈവപുരുഷനായ മോശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ട്രാൻസ്ഫോർമേഷൻ പുറകിലൊക്കെ ഒരേ വ്യക്തികളാണ്. ഹല്ലേലൂയ. അവന്റെ മാതാപിതാക്കളായിരുന്നു. ഹല്ലേലൂയ. അവർ പറഞ്ഞു കൊടുത്ത ദർശനമാണ്, അവർ കൊടുത്ത കാഴ്ചപ്പാടാണ്, അവർ പറഞ്ഞു കൊടുത്ത ദൈവവചനങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മഭാരം മോശയ്ക്കുണ്ടായി തന്റെ ജനത്തെ കുറിച്ച്. ഹല്ലേലൂയ. ഇവിടെ ദൈവപുരുഷനായ ഒരു മോശ എന്ന പേരിലേക്ക് മോശയോടെ മാറുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത് ഡ്യൂട്ടോണമി, ആവർത്തന പുസ്തകം 34-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശയെ കുറിച്ച് പറയുന്ന വാക്കുണ്ട്, യഹോവ അഭിമുഖമായി അറിഞ്ഞവനെന്നാണ് പറഞ്ഞത്. എന്താണ് അഭിമുഖമായിട്ട് മോശ അറിഞ്ഞത്? യഹോവയെ അറിഞ്ഞത് പ്രാർത്ഥനയില്. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം, അഭിമുഖമായി നമ്മുടെ ദൈവം നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കപ്പെടും, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് നമുക്കറിയാം. മോശ 44 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ ദൈവവുമായിട്ട് അഭിമുഖമായിട്ടുള്ള ചരിത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവം നമ്മുടെ അഭിമുഖമായിട്ടുണ്ട് എന്നാണ്. തൊട്ടരികിലുണ്ടെന്ന് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ആ ദൈവം സ്വർഗത്തിൽ മാത്രമല്ല എന്റെ തൊട്ടരികിലുണ്ടെന്ന് നമ്മുടെ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അന്ന പ്രാർത്ഥിച്ചത് നമുക്കറിയാം. അന്ന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അന്ന പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ച ആരോടാ? സർവശക്തനായ ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്നയുടെ ചുണ്ടുകൾ അന്ന സർവശക്തനായ ദൈവത്തോട് തനിക്കൊരു കുഞ്ഞിന് വേണ്ടി, തനിക്കൊരു കുഞ്ഞിനെ നൽകുവാൻ ശക്തനായ ദൈവത്തിന്റെ മുന്നിലാണ് അന്ന പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവരുടെ കരച്ചിൽ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലും അവരുടെ അന്നയുടെ ചുണ്ടുകൾ അനങ്ങിയപ്പോൾ അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ ഹല്ലേലൂയ സർവജ്ഞാനിയായ ഒരു ദൈവമുണ്ട്. അന്നയുടെ സർവജ്ഞാനിയായ ദൈവം ആ ചുണ്ടുകൾ അനങ്ങിയപ്പോൾ ദൈവം തിരിച്ചറിഞ്ഞു എന്താണ് അവരുടെ ഹൃദയത്തിലുള്ളത്. ഹല്ലേലൂയ. 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 അന്നയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ആ കണ്ണുനീരിന്റെ ഭാഷ അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായിരിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതാണ് അഭിമുഖമായിട്ട് ദൈവവുമായി അഭിമുഖമായിട്ട് നമ്മുടെ ജീവിതം. മോശ ഇത് അനുഭവിച്ച ദൈവം വ്യക്തിയാണ്. അഭിമുഖമായിട്ട് മോശ ദൈവത്തെ
അനുഭവിച്ചറിയുന്നത്. മൂന്നാമതൊരു വാക്കുണ്ട്, ഹല്ലേലൂയ. എക്സോഡസിൽ തന്നെ പറയുന്നുണ്ട്, 33:17 പറയുന്നത്, യഹോവ അടുത്തറിഞ്ഞവൻ. മോശ യഹോവയെ അടുത്തറിഞ്ഞവൻ എന്നാണ് മോശയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വേദപുസ്തകത്തിൽ. ഞാൻ അടുത്തറിഞ്ഞവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവങ്ങളെ, അടുത്തറിഞ്ഞവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ദൈവത്തിന്റെ മുന്നിലാണ്, ഞാൻ ദൈവത്തിന്റെ മുഖാമുഖമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഉള്ളൂ. പ്രാർത്ഥിക്കാത്ത സമയങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ നിരകേറിയ ഭാഗങ്ങളുണ്ട്. നമ്മൾ ഹല്ലേലൂയ പകലുകളുണ്ട്, രാത്രികളുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ഹല്ലേലൂയ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അടുത്തറിയുക. എന്നെ ഞാനായിരിക്കുന്നത് പോലെ എന്നെ അറിയുന്ന ഒരു ദൈവം, അതുപോലെ ദൈവം അറിഞ്ഞൊരു വ്യക്തിയാണ് മോശ. ഹല്ലേലൂയ. മോശ എത്ര വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മോശയ്ക്ക് ദൈവത്തെ അറിയാം. ഹല്ലേലൂയ. എന്റെ ദൈവം, ഞാൻ എന്റെ ഇരിപ്പില്, എന്റെ സംസാരത്തില്, എന്റെ പ്രവൃത്തിയില്, ഞാൻ പോകുന്നിടത്തില്, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാൻ ഹല്ലേലൂയ എന്റെ ജോലി സ്ഥലത്ത്, ഞാൻ ബന്ധപ്പെടുന്ന മേഖലകളില്, എന്റെ ഫ്രണ്ട്സിന്റെ ഇടയില്, എന്റെ ജോലി സ്ഥലങ്ങളിലെല്ലാം ഞാൻ എവിടെയായി ഞാൻ യാത്ര ചെയ്യുമ്പോഴ് ഹല്ലേലൂയ ഒരേ ക്യാമറ പോലെ നമ്മുടെ തലയ്ക്ക് മേലെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മൾ അറിയുന്നൊരു ദൈവം, നമ്മുടെ അടുത്തറിയുന്നത്, എന്നെ നന്നായി അറിയുന്നത്. ഹല്ലേലൂയ. മോശ ആ ദൈവത്തെ കുറിച്ച് നന്നായി അനുഭവിച്ചാണ്. ഹല്ലേലൂയ. വേറൊരു വാക്ക് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മോശ സമർത്ഥനാണെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. സമർത്ഥനായ മോശ എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തിയിൽ 7:22 പറയുന്നുണ്ട്. സ്തെഫാനോസ് വെളിപ്പെടുത്തുകയാണ്, ഹല്ലേലൂയ, സമർത്ഥനായ ദൈവം. ഹല്ലേലൂയ. സമർത്ഥനായ പറഞ്ഞാൽ എന്താണ്? പറഞ്ഞത് മാത്രമേ, സംസാരിച്ചത് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. സംസാരിക്കുന്നത് മാത്രം പ്രവർത്തിച്ചത് വ്യക്തിയാണ് മോശ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ലൂക്കോസ് 24:19 പറയുന്നുണ്ട്, വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും അവൻ ശക്തനായിരുന്നു എന്ന് പറയുമ്പോൾ 7:22 പറയുന്നത് ഹല്ലേലൂയ, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. പഴയ കാലത്തിലെ മോശ, ഹല്ലേലൂയ, പഴയ നിയമത്തിലെ മോശ, ഹല്ലേലൂയ, നമ്മുടെ യേശുക്രിസ്തുവുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിനെ വിടുവിച്ചു, ഹല്ലേലൂയ, മോശ. നമ്മളെല്ലാം വിടുവിച്ചത് ദൈവം യേശുക്രിസ്തു. ഹല്ലേലൂയ. പുതിയ ഇസ്രായേൽ ആകുന്ന നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു. ഇവിടെ മോശ ഉപയോഗിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, മോശ ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനോടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി ഒരു വാക്കും കൂടെ മോശയെ കുറിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ നിന്ന വഹിച്ച വ്യക്തിയാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എങ്ങനെ നിന്ന വഹിക്കാൻ ഇടയായത്? മോശ മിസ്രൈമിൽ നിന്ന് ഒരു ബന്ധവും ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു ബന്ധവും. എനിക്കത് വേണ്ട. എനിക്ക് എന്തെല്ലാം സമ്പന്നതയിൽ ഒരു മോശ ഒന്നും അവിടുന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും അവിടുന്ന് എടുത്തിട്ടില്ല. ഹല്ലേലൂയ. അവിടെ വിവാഹം പോലും 40 വയസ്സ് വരെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. അവിടെ അന്ന് ഇസ്രായേലില് 13 വയസ്സ് പെൺകുട്ടികൾക്കും 15 വയസ്സ് ആൺകുട്ടികൾക്കും വിവാഹപ്രായമാണ്. അത് കഴിഞ്ഞാൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാലത്ത് ഒരു വിവാഹ ബന്ധം പോലും ആ ഒരു ജാതിയുമായിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു മോശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന്റെ പുത്രി 2 പ്രാവശ്യം രാജസ്ഥാനം മോശയ്ക്ക് നീട്ടിയതാണ്. എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ ക്രിസ്തുവിന്റെ നിന്നാവാഹിയായിട്ടുണ്ട്. എനിക്ക് ഈ ജനത്തിന്റെ കഷ്ടം അനുഭവിക്കുന്ന എനിക്ക്, ഈ ജനത്തിന്റെ നിന്ന അനുഭവിക്കുന്ന എനിക്ക് നല്ലതെന്ന് കണ്ട മോശ ഇറങ്ങിയൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവങ്ങളെ, നമ്മൾ ഇന്നിവിടെ കേട്ട ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം. ദൈവം മോശയുടെ മാതാപിതാക്കൾ കൂടുതൽ കാഴ്ചപ്പാടുണ്ട്. തന്റെ മകൻ ആരായിരിക്കും, ആരായി മാറണം, ഹല്ലേലൂയ, ആ ബോധ്യത്തിലാണ് ഹല്ലേലൂയ അബ്രഹാം തന്റെ മകനായ മോശയെ വളർത്തിയത്. ഹല്ലേലൂയ. മോശയുടെ സഹോദരിയായ മിരിയാം നമുക്ക് ഒത്തിരി പാഠങ്ങൾക്ക് നൽകുന്നുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കേണ്ടവരാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടവർ. അവരുടെ ജീവന്റെ, നമ്മുടെ മക്കളുടെ ജീവന്റെ കാവലാളായിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ വഴിതെറ്റി പോകേണ്ടവരല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവകാലത്ത് നമ്മുടെ
ഒന്നും സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം. നമ്മൾ എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുവാൻ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിയെ കുറിച്ച് ദർശനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, ഒരു കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ല എങ്കിൽ ദൈവിക ദർശനങ്ങളെ കാണുവാൻ, ദൈവിക കാഴ്ചപ്പാടുകളെ കാണുവാൻ ദൈവസന്നിധി നമുക്കൊന്ന് മുട്ടുമടങ്ങാം. ഹല്ലേലൂയ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? അത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട തലമുറ നമ്മളിൽ നിന്ന് ഹല്ലേലൂയ ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ചോസൻ ജനറേഷൻ, ഹല്ലേലൂയ, ആ ജനറേഷൻ നമ്മളിൽ നിന്ന് ആരംഭിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട, നമ്മുടെ കാലം കഴിഞ്ഞാൽ പോലും ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ദൈവത്തിന്റെ ദർശനത്തിനനുസരിച്ച് അവർ ഉയർന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ, ദൈവം അങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ചില തീരുമാനങ്ങളുമായിട്ട് എവിടെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയ കാര്യത്തിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ,